മന്ത്രകോടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചൂലിനെ നിസ്സാരമായി കാണരുത്. വീടായാൽ ഒരു ചൂല് വേണം. പക്ഷേ ചൂലിനെ നിങ്ങളറിയാതെ അപകടകാരി ആക്കരുത്. നിമിത്ത ശാസ്ത്രപ്രകാരം ഒരാൾ യാത്ര പോകുമ്പോൾ ചൂല് കാണുന്നത് അശുഭമായി കണക്കാക്കുന്നു. ചൂല് കണ്ടാൽ ആ ദിവസത്തെ ഐശ്വര്യം പോകുമെന്നാണ് വിശ്വാസം. ചൂല് ഉപയോഗിക്കുന്നത് വീടും പരിസരവും വൃത്തിയാക്കി സൂക്ഷിക്കാനാണ്. ഹിന്ദു വിശ്വാസമനുസരിച്ച് ധനത്തിൻ്റെ ദേവതയാണ് ലക്ഷ്മി ദേവി. ലക്ഷ്മി ദേവിയുടെ കടാക്ഷം വേണമെങ്കിൽ വീടും പരിസരവും വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. വൃത്തിയും വെടുപ്പും ഉള്ള വീട്ടിൽ സമ്പത്ത് വർദ്ധിക്കുന്നു. വീട് വൃത്തിയായി സൂക്ഷിച്ചാൽ അവിടെ ദാരിദ്ര്യം വരില്ല എന്ന് വിശ്വാസം. വീട് വൃത്തിയായി സൂക്ഷിക്കുന്നതിലൂടെ വീട്ടിൽ പോസിറ്റീവ് എനർജി ഉണ്ടാകുന്നു. വീട്ടിൽ നിന്ന് ദാരിദ്ര്യം അകറ്റാനും വീട്ടംഗങ്ങളുടെ ഐക്യം നിലനിർത്തുന്നതിനും വീട് വൃത്തിയായി സൂക്ഷിക്കേണ്ടതാണ്. ഇവിടെയാണ് ചൂലിൻ്റെ പ്രാധാന്യം. വാസ്തുശാസ്ത്രമനുസരിച്ച് ചൂലിനെ എവിടെയെങ്കിലും അലക്ഷ്യമായി വെച്ചാൽ ഫലം ലക്ഷ്മി ദേവിയെ നിങ്ങൾ വീട്ടിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് തുല്യമാണ്. വാസ്തുശാസ്ത്രപ്രകാരം ചൂല് ശരിയായി ഉപയോഗിക്കുകയും വീട്ടിൽ ശരിയായ സ്ഥാനത്ത് സൂക്ഷിക്കുകയും ചെയ്തില്ലെങ്കിൽ വളരെ ദോഷം സംഭവിക്കുന്നു. ചൂല് എപ്പോഴും വീടിൻ്റെ പടിഞ്ഞാറ് അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറ് കോണിൽ സൂക്ഷിക്കാവുന്നതാണ്. വാസ്തുപ്രകാരം ഈ സ്ഥാനമാണ് ഏറ്റവും ഉത്തമം. ഓർക്കുക, ഒരു കാരണവശാലും പൂജാമുറിയിലോ തെക്ക് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിലോ സൂക്ഷിക്കരുത്. വാസ്തുപ്രകാരം ഈ സ്ഥാനമാണ് ഏറ്റവും ഉത്തമം. ചൂല് വീടിൻ്റെ മേൽക്കൂരയിൽ സൂക്ഷിച്ചാൽ വീട്ടിലെ സമ്പാദ്യം കുറയുകയും മോഷണത്തിനുള്ള സാധ്യതയും കൂടുന്നു. ചൂല് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥാനത്ത് തന്നെ വയ്ക്കുക. ചൂല് ഒരിക്കലും തലതിരിച്ച് വയ്ക്കരുത്. എല്ലായ്പ്പോഴും കിടത്തി വയ്ക്കുക. ചൂല് തലകീഴായി വയ്ക്കുന്നത് വീട്ടിലെ അംഗങ്ങളുടെ ബലഹീനത വർദ്ധിപ്പിക്കുന്നു. രാത്രികാലങ്ങളിൽ വീടിൻ്റെ പ്രധാന വാതിലിനടുത്ത് ഒരു ചൂല് സൂക്ഷിക്കാവുന്നതാണ്. ഇത് ശുഭസൂചനയാണ് നൽകുന്നത്. ഇങ്ങനെ ചെയ്താൽ വീടിനുള്ളിലേക്ക് നെഗറ്റീവ് എനർജി പ്രവേശിക്കില്ല. ഇപ്രകാരം ചൂല് സൂക്ഷിക്കുന്നത് രാത്രിയിൽ മാത്രം ചെയ്യുക. പകൽ ആരുടെയും വെട്ടത്ത് വരാതെ സൂക്ഷിക്കുക. അതുപോലെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലം, അടുക്കള എന്നിവിടങ്ങളിൽ ചൂല് സൂക്ഷിക്കരുത്. ഇങ്ങനെ ചെയ്താൽ ദാരിദ്ര്യവും വീട്ടിലെ ഭക്ഷ്യധാന്യങ്ങളുടെ കുറവും ഉണ്ടാകുന്നു. കൂടാതെ വീട്ടിലെ അംഗങ്ങളുടെ ആരോഗ്യം നശിക്കുകയും അവർ രോഗികളായി തീരാനും ഇടയുണ്ട്. വീട്ടിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് പോയി ഉടനെ ചൂലെടുത്ത് വൃത്തിയാക്കരുത്. അങ്ങനെ ചെയ്താൽ ആ വ്യക്തിയെ അപകടത്തിലേക്ക് നയിച്ചേക്കും. 1 മണിക്കൂർ കഴിഞ്ഞ് ചൂല് ഉപയോഗിക്കാം. രാത്രി സമയത്ത് ചൂല് എടുക്കരുത്. അത് അപശകുനമാണ്. രാവിലെയും പകലും മാത്രം ചൂല് ഉപയോഗിക്കുക. സന്ധ്യാസമയം കഴിഞ്ഞാൽ ചൂല് ഉപയോഗിക്കുന്നതും വളരെ ദോഷം ചെയ്യുന്നു. അത് നിന്ദ്യമായി കരുതുന്നു. പുതിയ വീട്ടിൽ താമസം തുടങ്ങുമ്പോഴും വേറൊരു വീട്ടിലേക്ക് താമസം മാറുമ്പോഴും പഴയ ചൂല് കൊണ്ടുപോകാതിരിക്കുക. പുതിയ വീട്ടിൽ പുതിയ ചൂല് തന്നെ വേണം. അല്ല എങ്കിൽ അത് അശുഭമായി കണക്കാക്കുന്നു. കൂടാതെ ചൂലിനെ ഒരിക്കലും ചവിട്ടുകയോ മറികടന്ന് പോവുകയോ ആവരുത്. ഇങ്ങനെ ചെയ്താൽ ലക്ഷ്മി ദേവി കോപിക്കുമെന്ന് വിശ്വസിച്ചു വരുന്നു. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഷെയർ ചെയ്യാനും മറക്കരുത്.